ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ വെറുതെ വീഡിയോ എടുത്തതാണ് കേട്ടോ. ഈ വീഡിയോ കുറച്ച് ദിവസമായി എടുത്തു വെച്ചിട്ട് അങ്ങനെ എഡിറ്റ് ചെയ്യാനുള്ളൊരു മടി കൊണ്ട് അങ്ങനെ അവിടെ എഡിറ്റ് ചെയ്തിരുന്നതാണ്. അപ്പോൾ ഞങ്ങളിന്ന് എങ്ങോട്ടാണ് പോണതെന്ന് പറഞ്ഞില്ല അല്ലേ. ഞങ്ങളിന്ന് കോഴിക്കോട് പോവുകയാണ്. അപ്പോൾ ട്രെയിനിലൊക്കെ പോകാൻ നല്ല രസമല്ലേ. അപ്പോൾ അങ്ങനെ അങ്ങോട്ട് പോകാൻ വിചാരിച്ചിട്ടാണ്. ഇപ്പൊക്കെ കോഴിക്കോട് ഒരു ഫ്രണ്ടിനെ കാണാൻ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പം ഞാനും ഉമ്മ അങ്ങനെ പോയതാണ്. ഞങ്ങൾക്ക് ബീച്ചിലൊക്കെ പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഇത് പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിലാണ് തിരിയണത്. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. അങ്ങനെ ഇതാ റെയിൽവേ സ്റ്റേഷനിലൊക്കെ എത്തി ടിക്കറ്റൊക്കെ എടുക്കുകയാണ്. അപ്പം ഇതാ ടിക്കറ്റൊക്കെ എടുത്തു. ഇനി ട്രെയിനിന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഒരു 11:30 മണിയൊക്കെ ആയിട്ടുണ്ടാവും. ഏകദേശം ട്രെയിനൊക്കെ എത്താനായി. അപ്പം നമ്മുടെ ട്രെയിൻ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഇതാ ഞങ്ങൾക്കൊരു സീറ്റ് കിട്ടിയിട്ടുണ്ട്. അധികം തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് വിൻഡോ സീറ്റ് കിട്ടിട്ടോ. ഈ ട്രെയിനിലൊക്കെ വരുമ്പോൾ നല്ല രസമല്ലേ, ഭംഗിയുള്ള പുഴകളും സ്ഥലങ്ങളൊക്കെ കാണാമല്ലോ. അതുകൊണ്ടാണ് ഞങ്ങൾ ട്രെയിനിൽ വന്നത്. അങ്ങനെ ഞാൻ വീഡിയോ ഒക്കെ എടുത്തിരിക്കുമ്പോൾ ഇപ്പം ഇമ്മയും കൂടിയും കടല വാങ്ങി തിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ അതൊന്ന് ഷൂട്ട് ചെയ്തതാണ്. ഈ കടലൊന്നും ഇഷ്ടമില്ല കേട്ടോ. അപ്പം ഞാൻ ലേസാണ് വാങ്ങിയിരുന്നത്. ഓരോ പുഴ അങ്ങനെ കാണുമ്പോഴും ഉമ്മയും ഇപ്പം ഫറോക്ക് പാലം എന്നും കല്ലായി പുഴ എന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പം ഞാനതൊക്കെ വീഡിയോ എടുത്തതാണ്. അങ്ങനെ ഇതാ കോഴിക്കോട് എത്താനായി. വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ വന്നപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത് അറിഞ്ഞില്ല. പിന്നെ ഇറങ്ങിയിട്ട് ഇപ്പയുടെ ഫ്രണ്ടിൻ്റെ അവിടേക്ക് പോയി. പിന്നെ അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് ബീച്ചിലേക്ക് പോകാമെന്നാണ് വിചാരിച്ചത്.
അങ്ങനെ ഇതാ ബസ്സൊക്കെ കയറി കഴിഞ്ഞ് ഇപ്പാടെ ഫ്രണ്ടിൻ്റെ അടുക്ക് പോവുകയാണ്. കോഴിക്കോട് നിന്ന് 1.5 മണിക്കൂർ യാത്ര ചെയ്യണം കേട്ടോ ഇപ്പാടെ ഫ്രണ്ടിൻ്റെ അവിടേക്ക്. അങ്ങനെ ഇപ്പം ഇപ്പാടെ ഫ്രണ്ടിനൊക്കെ കണ്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ അയാൾ റെയ്താനിലാണ് പോയത്. ഇപ്പം സമയം 2 മണിയൊക്കെ കഴിഞ്ഞു, 2-2:30 മണിയൊക്കെ ആയിട്ടുണ്ടാവും. ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞിട്ട് പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല, നേരെ ബീച്ചിലേക്കാണ് പോയത്. പിന്നെ ബീച്ചിലൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു. ഞങ്ങളൊരു 6 മണിയൊക്കെ ആകുമ്പോഴാണ് അവിടെ എത്തിയത്. ബീച്ചിൽ എപ്പോൾ വന്നാലും മിക്ക അവിടുന്ന് പോരാൻ തോന്നൂല. ഇപ്രാവശ്യമൊക്കെ പോരാനൊന്നും തോന്നിയില്ല, അവിടെ തന്നെ നിൽക്കാൻ തോന്നുകയാണ്. അങ്ങനെ ഞങ്ങൾ എന്തൊക്കെ വാങ്ങി കഴിച്ചു. പിന്നെ അങ്ങനെ ട്രെയിനിന് വീട്ടിൽ തന്നെ പോന്നു. വെയിലൊക്കെ പോയിട്ടൊരു തണുപ്പായിരുന്നു, അപ്പോൾ പോവാൻ തന്നെ തോന്നിയില്ല, അതാണ് പറഞ്ഞത്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. അങ്ങനെ ഇതാ സമയമൊക്കെ ഒരുപാടായി, ഇരുട്ടാവാനായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഒന്നും ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.